ജന്മാദ്യസ്തേതൊന്നയാതിതരതച്ചാർത്തേഷവിച്ചസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം 17-ാമത്തെ ശ്ലോകം വരെയാണ് രണ്ടാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം പറഞ്ഞു വെച്ചത്. ന എത്ര കാലോ അനിമിഷാം പരപ്രഭു കുതോനു ദേവാ ജഗതായ ഈശ്വരേ. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതനായ രജസ്തമോ ഗുണങ്ങളില്ലാത്ത വികാരങ്ങളും ഇല്ലാത്ത അഹങ്കാരം മഹാൻ. ഇവിടുത്തെ അർത്ഥം അഹങ്കാരം. എന്നുള്ളതിന് അങ്ങനെ അർത്ഥമുണ്ടോ വെച്ചാൽ നമ്മൾ കേട്ടിട്ടൊന്നുമില്ല. ഇവിടെ അഹങ്കാരം എന്നാണ്. ഒന്നുമില്ലാത്തതായ ആ സ്ഥാനത്തേക്ക് ക്രമേണയെ നമുക്ക് ഉയരാനായിട്ട് സാധിക്കുള്ളൂ. ആ സ്ഥാനത്തിനെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകം. പരംപദം വൈഷ്ണവമാമനന്ദിതത് എന്നേതി നേതിത്യതൃക്ഷവ വിധൃത്യതൗരാത്മ്യമനന്യ സൗഹൃദ കൃതോ ബഹുക്യാർഹപദം പദേ പദേ. യത് യാതൊന്ന് ഹേതു ആയിട്ട്. ഞാൻ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയെ പറയുകയാണ്. ഏതൊന്ന് കാരണമായിട്ട് അതല്ലാത്തതിനെ നേതി നേതി എന്ന് കണ്ടിട്ട് ഉസ്സിസൃക്ഷവ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൗരാത്മ്യം ദേഹാത്മഭാവത്തെ വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് അർഹപദം അർഹനായിരിക്കുന്നവൻ്റെ പദത്തെ പദേ പദേ ക്ഷണം തോറും ഹൃദയം കൊണ്ട് ഉപഗുഹ്യ ആശ്ലേഷിച്ചിട്ട് അനന്യ സൗഹൃദാഹ അന്യത്തിൽ സ്നേഹം കൂടാത്തവരായിട്ട് വൈഷ്ണവം പദം വിഷ്ണുവിനെ സംബന്ധിച്ചിരിക്കുന്ന സ്ഥാനത്തെ പരം ശ്രേഷ്ഠം എന്ന് അറിയുന്നു. എങ്ങനെയാണ് ഈ പരമമായിട്ടുള്ള പദത്തെ വർണ്ണിക്കുക എന്നാണെങ്കിൽ വർണ്ണിക്കാൻ വാക്കുകളില്ല. ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നുമല്ല എന്ന് നേതി പ്രക്രിയ. ഒരിടത്തിൽ എന്താണ് ഈശ്വരൻ എന്ന് പറയാൻ സാധ്യമല്ല എന്നാണ്. അല്ലാത്തൊരു ഘട്ട എന്തല്ല എന്ന് പറയാം. ഈ ലോകത്തിലുള്ളതൊന്നും അല്ല. എന്താണ് ലോകത്തിലുള്ളതൊന്നും അല്ലാത്തത് പറയാൻ പറ്റും. അതാണ് ഈ ശരീരത്തിന് 24 തത്വങ്ങളെ വർണ്ണിച്ചിട്ട്. ഈ 24 തത്വങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ പഞ്ചഭൂതങ്ങൾ, ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങൾ 5 5 10, 10 ഇന്ദ്രിയങ്ങൾ 10 10 20, ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം 24 വർണ്ണിച്ചിട്ട് 25ാമത്തേതായിട്ട് എന്തുണ്ടോ അതാണ് ആത്മാവ്. എന്നാൽ ആ 25ാമത്തേതിനെ പറഞ്ഞാൽ പോരെ, അതിനെയാണ് പറയേണ്ടത് വെച്ചാൽ. എങ്കിൽ 24 എന്തിനു വർണ്ണിച്ചു? അതോ 24 എണ്ണത്തിനെ വർണ്ണിക്കാനേ സാധിക്കുള്ളൂ. കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക് ഒക്കെ വർണ്ണിക്കാമല്ലോ. നമുക്കൊക്കെ വർണ്ണിക്കാം. കയ്യ്, കാല്, വാക്ക്, വായു ഇതൊക്കെ വർണ്ണിക്കാം. ശബ്ദ പ്രസരൂപങ്ങൾ ഗന്ധങ്ങളെ അടക്കം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ശബ്ദം ചെവി കൊണ്ട് കേൾക്കണത്, നാവ്, രസം ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈശ്വരനെ പറ്റിയിട്ടോ അത് അത്ര വേഗം പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ 24 എണ്ണത്തിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ 25ാമത്തെ ഒന്ന് വേണം. അല്ലെങ്കിൽ കണ്ണ് കണ്ണാവില്ല, ചെവി ചെവിയാവില്ല, മൂക്ക് മൂക്കാവില്ല, കാല് കാലാവില്ല. ഇതേ ഒക്കെ അതാക്കി തീർക്കുന്നത് എന്താ? 25ാമത്തെ എന്തോ ഒന്ന് എന്നേ പറഞ്ഞോളൂ. അതെന്താണ്? കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ നീണ്ടിട്ടാണോ ഉരുണ്ടിട്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ അതാണ് ആത്മാവ്. അതിനെയാണ് ഇവിടെ വൈഷ്ണവര് വൈഷ്ണവ പദം, ശൈവര് ശിവപദം, ദേവിയര് ദേവീപദം, മണിദ്വീപം
ഒരിടെയൊക്കെ പരമചിന്താമണി ഗൃഹാന്തസ്ഥ എന്നാണ് ദേവി. ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത, അവിടെ ദേവി വസിക്കണത് എന്നാണ്. നിരവധി കോട്ടകളുടെയൊക്കെ ഉള്ളിൽ ദൈവഭാഗത്തിൽ വിസ്തരിക്കുന്നുണ്ട്. ശൈവരെ സംബന്ധിച്ചതാണ്, ദേവിയെ സംബന്ധിച്ചതാണ് വൈഷ്ണവ മാമനന്തി. എൻ നേതി നേതി ഇത്യത സുസ്തി സൃക്ഷവ. അതുമല്ല ശബ്ദപ്രശ്നരൂപരഥങ്ങളല്ല, ഇന്ദ്രിയങ്ങളല്ല, അതൊന്നും അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് ഉത്സി സൃക്ഷവ ഉപേക്ഷിക്കുക. ഇതൊന്നും അല്ല കേട്ടോ വൈഷ്ണവപദം, ഇതൊന്നും അല്ലാത്ത എന്തോ ഒന്നാണ്. ആ വൈഷ്ണവപദത്തെ വിസൃജതോരാത്മ അനന്യ സൗഹൃദ, അതിനെ അറിഞ്ഞാൽ പിന്നെ ഒന്നിനോടും ഈ ലോകത്തിൽ സൗഹൃദ ബന്ധമോ സ്നേഹമോ ഉണ്ടാവില്ല. ഒരു സംശയം ആ കാര്യത്തിന് വേണ്ട. ഭാഗവതം ബ്രഹ്മാണെന്ന് പറയാനുള്ള കാരണം അതാണ്. എന്താ വെച്ചാൽ അവസാനം ഒരു പ്രയോഗമുണ്ട്, നന്യത്രസ്യാരിതിക്കുശിൽ. നമുക്കൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളാണ്, ശതകോടി ഗ്രന്ഥങ്ങളാണ്. പക്ഷെ ഭാഗവതത്തെ ശരിക്കും അറിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ്. വേറൊന്നിനോട് സ്നേഹം ഉണ്ടാവില്ല. ഭാഗവതത്തെ ശരിക്കാണ് ഉൾക്കൊണ്ടാൽ അത് മതി ഒരാളുടെ ഉന്നമനത്തിന്. അന്യത്രസ്യാൽ രതിക്കുചിൽ, വേറൊന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഭാഗവതം ബ്രഹ്മാണെന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ്? വേറൊന്നിനോടും ഈ ലോകത്തിലൊരു താല്പര്യം വരണ്ടേ? ഇതിനോട് തന്നെ ഉണ്ടാവുള്ളൂ. വിശിഷ്ടോരാത്മം അനന്യ സൗഹൃദ, എല്ലാ സൗഹൃദങ്ങളും അവസാനിക്കുക. എൻഡ് ഓഫ് ഓൾ ഫ്രണ്ട്ഷിപ്പ്. എന്താ മാർഗം? നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അറ്റൈൻ ചെയ്യുക. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നേടിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ മങ്ങും. സൂര്യൻ വന്നാൽ ബാക്കി ജ്യോതിർഗോളങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ? ഈ ഭാഗവത്തിൽ അതാണതിൽ പഠിക്കേണ്ട തത്വമാണ്, ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം. പഠിക്കണത് ശരിക്കും ആട് താല്പര്യം എന്ന അനന്യ സൗഹൃദന്മാരായിട്ട് നമ്മൾ മാറും. ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നിനോടും സൗഹൃദം ഇല്ലെങ്കിൽ എല്ലാവർക്കും ചിടയ്ക്ക് നമ്മളെ മടുക്കുകയൊക്കെ ചെയ്യും. ഇയാളുടെ ഒരു ഭാഗവതം കൊണ്ട് കുടുങ്ങി. ഇപ്പം എത്ര ആളാണ് നമ്മുടെ ഗ്രൂപ്പ് വിട്ടുപോയിരിക്കണം. തുടങ്ങിയ കാലം മുതൽക്കുള്ള ഒരുപാട് ആൾ മടുത്തിട്ടുണ്ടാവും. ഇയാളുടെ ഭാഗവതം കൊണ്ട് മടുത്തവരാവും പോയിണ്ടാവുക. പക്ഷേ ഭാഗവതം അതിൽ കിട്ടുള്ളൂ, വേറെ ഒന്നും പറയാറില്ല. അധികം പറയാറുണ്ടോ? അപ്പം അത് രസിക്കുന്നവർക്കേ അത് രസിക്കുള്ളൂ. അല്ലാത്തവർക്ക് അതും ഇതൊക്കെ വേണം, മസാലയും അതും ഇതും സൗഹൃദവും ലോകകാര്യങ്ങളും. നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. കാരണം അതിൽ നിന്നൊക്കെ വിട്ടിട്ടാണല്ലോ ഇതിലേക്ക് എത്തിയത്. ഞാൻ അവിടേക്ക് തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ? അത് മടുത്തിട്ട് ഇതിലേക്ക് വരിക, എന്നിട്ട് ഇതിന്ന് അതിലേക്ക് തന്നെ കൊണ്ടുപോവുക, നമ്മളും അതിൽ മുങ്ങുക. എന്തർത്ഥമുള്ളത്? എല്ലാം മടുത്തിട്ട് ഇതിലേക്ക് വന്നു, ഇതിലൊരു ആനന്ദം കണ്ട് എത്തും ചെയ്തിരിക്കണു. അത് വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ പിടിച്ചു കൂടുകയും ചെയ്തു. ഇനി ഇതിലെന്തിനായി ആവശ്യമില്ലാത്ത ലൗകികം കൂട്ടണത്? പാടുമോ? അത് പാടില്ല. കാരണം ഇനി അവർ വീട്ടിൽ സിനിമയായിട്ടും സീരിയലായിട്ടും നമ്മുടെ ലോകത്തിലെ കഥാപാത്രങ്ങളായിട്ടും സംഭവങ്ങളായിട്ടും ഒരുപാടൊന്നും കൂട്ടിയിണക്കാൻ പാടില്ല. ഉദാഹരണമായിട്ട് ഇടയ്ക്കൊക്കെ ആവാം, അത്രയേ ഉള്ളൂ. അതിന് വല്ലാണ്ട് അങ്ങോട്ട് കൊടുത്താൽ എന്തിനാ ഭാഗവതം? ഇപ്പോൾ അനന്യ സൗഹൃദന്മാർക്ക് ഭാഗവത രസിക്കൂ. മറ്റൊന്നിനോടും അന്യത്രസ്യാലിതിക്കുചിൽ ഹൃദോപഗുക്യോഗ പദം പദേ പദേ. ഹൃദയത്തിൽ ആ വൈഷ്ണവ പദത്തെ കൂടുതൽ 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 നമ്മൾ ആലിംഗനം ചെയ്യുന്നു, ഒന്നാവുന്നു. ആലിംഗനം ചെയ്യുന്ന ഒന്നാവുകയാണല്ലോ. ഹൃദയത്തിലാണ് ആലിംഗനം, ശരീരം കൊണ്ടല്ല. ആ ബ്രഹ്മതത്വത്തിലേക്ക് നമ്മളാണ്ട് ഉയരുകയാണ്. പിന്നെ മറ്റൊന്നും നമുക്ക് രസിക്കില്ല ഈ ലോകത്തിൽ. ഇത്തം മുനിസ്തൂപരമേ വ്യവസ്ഥിതോ വിജ്ഞാനദൃക് വീരസുരന്ധിതാശയാ സ്വപാട്നിനാ പീഠ്യഗുദന്തതോ നിലം താനേഷു ഷൂന്നമയേ ജിതക്ലമാ. പറയണം മുനിയാകട്ടെ, പ്രകാരം കുറച്ചൊന്നിങ്ങനെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിയ മുനിയാവട്ടെ. ഇപ്രകാരം ഇത്തം വ്യവസ്ഥിത, നിശ്ചയിച്ചിട്ട് എന്നർത്ഥം. വ്യവസ്ഥിത വിജ്ഞാന ദൃക് വീര്യസുരന്ധിതാശയ, വിജ്ഞാനത്താൽ സിദ്ധിച്ചതായ അറിവിൻ്റെ വീര്യത്താൽ, വിജ്ഞാനം കൊണ്ട് നശിച്ച അജ്ഞാനത്താൽ,
ഒന്ന് പറഞ്ഞാൽ പിന്നെ മറ്റത് പറയേണ്ട ആവശ്യമുണ്ടോ? അജ്ഞാനം നശിച്ച എന്ന് പറയുക, അല്ലച്ച വിജ്ഞാനത്താൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ സാഹിത്യത്തിലും കാവ്യത്തിലൊക്കെ ഒരു ശൈലി ഇടയ്ക്ക് രണ്ടും പറയും. വർദ്ധിച്ച ജ്ഞാനം കൊണ്ട് നശിക്കപ്പെട്ട അജ്ഞാനത്താൽ, വർദ്ധിക്കപ്പെട്ട ജ്ഞാനം കൊണ്ട് നശിക്കപ്പെട്ട അജ്ഞാനത്താൽ, നശിക്കപ്പെട്ട അജ്ഞാനം കൊണ്ട് വർദ്ധിക്കപ്പെട്ട അജ്ഞാനത്താൽ എന്ന് പറഞ്ഞാലും ശരിയാണ്. അജ്ഞാനം നശിക്കുമ്പോഴല്ലേ ജ്ഞാനം ഉണ്ടാവുക, ജ്ഞാനം വർദ്ധിക്കുമ്പോഴല്ലേ അജ്ഞാനം നശിക്കുക. അതൊരു പ്രയോഗം, അത്രയേ ഉള്ളൂ. വിജ്ഞാനദൃക് വീര്യ സുരന്ധിതാശയ, വിജ്ഞാനം കൊണ്ട് വർദ്ധിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട അജ്ഞാനത്തോടു കൂടിയ സ്വപാഷ്ണിനാ പീഠ്യഗുദന്തതോ നിലം. ഇതൊരു യോഗ എന്താ പറയേണ്ടത്, നിഷ്ഠയാണ്, യോഗചര്യ എന്ന് പറയാം. പാഷ്ണി എന്ന് പറഞ്ഞാൽ കാല്, അതിൻ്റെ പെരുവിരൽ കൊണ്ട് എന്ത് ചെയ്യും, ഗുദത്തെ അടച്ചിട്ട്. എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ അത്, ഒരു യോഗയാണ്. പെരുവിരൽ കൊണ്ട് ഗുദത്തെ അടച്ചാൽ പിന്നെയുള്ള ധ്യാനം കുറേയും കൂടി നമുക്ക് ഗുണവും ചെയ്യും, ഏകാഗ്രതയും കിട്ടും. മാത്രമല്ല ഒരിക്കലും ജീവൻ കീഴ്പ്പെട്ട് പോവില്ല എന്നാണ്. അങ്ങനെ ആയാൽ ആ സമയത്തൊക്കെ ജീവൻ പോയാൽ മേപ്പെട്ട് തന്നെ പോവുള്ളൂ. കീഴ്പ്പെട്ടുള്ള അവയവങ്ങളിൽ കൂടിയിട്ട് ജീവൻ പോയാൽ അധോഗതിയും, കണ്ണ് മൂക്ക് വായ അല്ലെങ്കിൽ ശിരസ് പിളർന്നു പോകും. അതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയൊക്കെ പോകുമ്പോൾ ജീവന് ഉയർച്ചയുമാണ് എന്നാണ് യോഗശാസ്ത്രം സമാധി ഇതിൽ വിവരിക്കുന്നത്. ഇവിടെ യോഗചര്യപ്രകാരം സ്വപാഷ്ണിനാപീഠ്യ ഗുദം, ഗുദദ്വാരത്തെ കാലിൻ്റെ വിരൽ കൊണ്ട് അടച്ചിട്ട് അഭ്യസിച്ചാലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അത് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്, പഠിച്ചിട്ടേ ചെയ്യാവൂ. സ്ഥാനേഷു ഷട്ടുന്നമയേ ചിതക്ലമ, 6 സ്ഥാനങ്ങളിൽ കൂടിയിട്ട് നമ്മുടെ കീഴ്പോട്ടുള്ള ഗതിയെ മേപ്പട്ടാക്കി മാറ്റണം. ആജ്ഞാവിശുദ്ധി, അതിൽ ആജ്ഞാചക്രാന്തരാളസ്ഥാരുദ്രഗ്രന്ഥി വിഭേദിനി, ഏറ്റവും താഴത്ത് കിടന്ന മൂലാധാരം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, വിശുദ്ധി, ആജ്ഞ മുതലായ 6 ചക്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്നാണ്. അതിൽ കൂടെ കയറ്റുന്നു. മൂലാധാരം, മണിപൂരകം, അനാഗതം, വിശുദ്ധി ചക്രനിലയ രക്തവർണ്ണാഷഡാനന, ആജ്ഞാചക്രാന്തരാളത്താരുദ്രഗ്രന്ഥി വിഭേദിനി, സഹസ്രാരാംബുജാരുടെ ബ്രഹ്മരന്ധ്രം ഏറ്റവും മുകളിലുള്ളത്. അപ്പോൾ ആ സ്ഥാനത്തിൽ കൂടിയിട്ട് പ്രാണനെ കയറ്റുക. യോഗവിദ്യ പ്രകാരം അങ്ങനെയാണ് പറയുക. ഇനി അടുത്ത് നാഭ്യാം സ്ഥിതം മൃത്യതിരോപ്യ തത്സുധ ഉദാനഗത്യോരഥിതം നയൻ മുനി തതോനുസന്ധായ ദിയാമനസ്സീ സദാലുമൂലം ചനകർണയേത. പിന്നെ പറയണു നാഭ്യാം, നാഭിയിൽ, സ്ഥിതം ഇരിക്കുന്ന വായുവിനെ, നാഭ്യാം സ്ഥിതം വായു, നാഭിയിൽ ഇരിക്കുന്നതായിട്ടുള്ള വായുവിനെ, ഹൃദി അതിരോപ്യ, ഹൃദയത്തിൽ കയറ്റിയിട്ട്, അസ്മാത് അവിടെ നിന്നും, ഉദാനഗത്യ ഉദാനൻ്റെ ഗതിയോടെ, പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, പൂർണ്ണൻ എന്നീ 5 പ്രാണനാണ് ശരീരത്തിലുള്ളത്. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. അതിൽ ഉദാനൻ്റെ ഒരു ഉയർച്ച, ഉദാനനെയാണ് ഇങ്ങനെ ഉയർത്തേണ്ടത്. ഉദാനഗത്യ ഉരസി, മാറിടത്തിൽ കയറ്റണം. മാറിടത്തിൽ കയറ്റിയിട്ട് മനസ്സി, ധീരനായ അവൻ അവിടെ നിന്ന് ബുദ്ധി കൊണ്ട്, ദിയ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട്, അനുസന്ധാനം ചെയ്തിട്ട് തൻ്റെ മുകൾ ഭാഗത്ത് എത്തിക്കുന്നു. താലുമൂലം, ഇവിടെയുള്ള വായുഗതിക്ക് ദ്വാരങ്ങൾ ഒന്നിലധികം ഉള്ളതുകൊണ്ട് അന്യസ്ഥാനങ്ങളിൽ കൂടെ ചലിക്കാതെ ഇരിപ്പാൻ സാധിക്കുന്നു. ശനകേ, താലുമൂലത്തിൽ പല ഇതുള്ളത്, അപ്പോൾ അതിൽ കൂടെ പോകാൻ പാടില്ല. ഒറ്റ ദ്വാരത്തിൽ കൂടെ മാത്രമേ പ്രാണം പോകാൻ പാടൂ. അങ്ങനെ ആക്കി തീർക്കണം. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് താലുമൂലം എന്ന് പറഞ്ഞിരിക്കണം. അത് കൂടെ കയറ്റണം. ഉരസിൽ കൂടിയിട്ടും പിന്നീട് താലുമൂലത്തിലേക്കും നയിക്കുക.
നെറ്റിത്തടത്തിൻ്റെയും മുകളിലേക്ക് ഉള്ള അവിടത്തേക്ക് എത്തിക്കണം. തസ്മാത് ഭ്രുവോരന്തരമുന്നയേത നിരുക്തസപ്താസ്വയനോനപേക്ഷ മുഹൂർത്താർത്ഥമകുണ്ടതിട്ടിർ നിർപ്പിത്യമൂർത്തൻ പരംഗത. അതിൽ നിന്ന് ഭ്രുവോ, തസ്മാത് ഭ്രുവോ, പുരികങ്ങളുടെ മധ്യത്തെ, താലു എന്ന് പറഞ്ഞാൽ അണ്ണാക്ക് എന്ന് വരെയുള്ളതാണ്. ഇനി മുകളിലാണ് ഇവിടെ പറഞ്ഞത് പുരികം. പുരികങ്ങളുടെ അന്തരം മധ്യത്തെ ഉന്നയിപ്പിക്കണം. അതാണ് മൂക്കിൻ്റെ മേൽഭാഗത്തേക്ക് കണ്ണാക്കിയിട്ട് ധ്യാനിക്കണം എന്ന് പറയുന്നത്. ഗീതയിലെ 6ാമത്തെ ധ്യാനയോഗത്തിൽ പറയേണ്ടത് നിരുക്ത സപ്താസ്വയന, നിരോധിക്കപ്പെട്ട 7 പ്രാണമാർഗങ്ങളോട് കൂടിയവനും 7 പ്രാണങ്ങളെ നിരോധിച്ചവനും എന്നർത്ഥം. അനപേക്ഷ, അപേക്ഷയില്ലാത്തവനുമായിട്ട്. മുഹൂർത്താർത്ഥം എന്താ അപേക്ഷയില്ലാത്തവൻ? ഒന്നും വേണമെന്ന തോന്നലില്ലാത്തവൻ. ഉണ്ടായാലാണല്ലോ അപേക്ഷിക്കുക, വേണം തോന്നുക. മുഹൂർത്താർത്ഥം, ഒരു മുഹൂർത്തത്തിൻ്റെ പകുതി സമയം കൊണ്ട് ഇരുന്നിട്ട് അകുണ്ഠദൃഷ്ടി, അകുണ്ഠയായ ദൃഷ്ടിയോടുകൂടിയവനായിട്ട് മൂർധാവിൽ കൂടെ നിർപ്പിന്ധ്യ പ്രവേശിച്ചിട്ട് പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. താലു അണ്ണാക്ക്, അവിടുന്ന് മേൽപ്പെട്ട ഭ്രൂവിലേക്ക് കയറ്റി ശിരസിലേക്ക് ബ്രഹ്മരന്ധ്രത്തിലേക്ക് കയറ്റുന്നു. അങ്ങനെ പ്രാണനെ കളഞ്ഞാൽ, മരിച്ചാൽ അവൻ മുക്തനായി തീരുന്നു. എളുപ്പമൊന്നുമല്ല മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ. ദേഹത്യാഗം ചെയ്യണം, ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് ദേഹത്യാഗം ചെയ്യണം. അങ്ങനെയുള്ളവർക്കേ സമാധി യഥാർത്ഥത്തിൽ സംഭവിക്കുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയാവാം, മരിച്ചതിന് ശേഷം എത്തിച്ചേരുന്ന അവസ്ഥയാവാം സമാധി, രണ്ടും ആവാം. രണ്ടായാലും ഈശ്വരഭാവത്തിൽ വർത്തിക്കണം, എന്നാലേ സമാധി ലഭിക്കുള്ളൂ. അങ്ങനെ ശരീരം ഉപേക്ഷിച്ചാലേ മരണാനന്തര മുക്തിയും ലഭിക്കുള്ളൂ. യതി പ്രയാസ്യന്നഭി പാരമേട്യം വൈകായസാനാം ഉദയവിഹാരം അട്ടാധിപത്യം ഗുണധന്യവായേ സഹേപഗച്ഛൻ മനസേന്ദ്രിയേച്ഛ. അല്ലെ രാജാവേ നൃപ സംബോധനയാണ്. പാരമേഷ്ട്യം, പരമേഷ്ടിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ സ്ഥാനത്തെയോ അല്ലെങ്കിൽ വൈഹായസാനാം, ആകാശത്തിൽ സഞ്ചരിക്കാനുള്ള സിദ്ധി, അതൊരു സിദ്ധിയാണ്. ചിലക്ക് ഹനുമാൻ അതിനുള്ള സിദ്ധി ഉണ്ടായിരുന്നു. വാനന്മാർക്ക് ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു, ഹനുമാൻ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. അതും യത് വിഹാര, ക്രീഡാസ്ഥാനത്തെയോ ഗുണസന്നിവായ, ഗുണസമുദായ സ്വരൂപമായ ബ്രഹ്മാണ്ഡത്തിൽ അഷ്ടാധിപത്യം, അണിമാദികളായ 8 ഐശ്വര്യങ്ങളോടുകൂടിയ സ്ഥാനത്തെയോ പ്രയാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഗമിക്കണം. സദ്യോമുക്തി, ക്രമമുക്തി എന്നീ 2 മുക്തികളെ പറയുമ്പോൾ ധ്യാനയോഗം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ പ്രാപഞ്ചികമായിട്ട് വേണ്ട ആളും ഉണ്ട്, അത് വേണ്ടാത്ത ആളും ഉണ്ട്. ഇവിടെ വേണ്ട ആളുടെ കാര്യം ഒന്ന് പറയുക. ധ്യാനം കൊണ്ടും യോഗ കൊണ്ടും ഈ പ്രപഞ്ചത്തിലേക്ക് വേണ്ട വല്ല പ്രത്യേകതകളും നേട്ടവും നമുക്ക് നേടാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാവും. അതെന്താ? ഇവിടെ അഷ്ടാധിപത്യം, അണിമ, മഹിമ, ലഹിമ മുതലായ ഗരിമ, പ്രാകാശ്യം, ഈശിത്വം, വശിത്വം ഇവയാണ് അഷ്ടൈശ്വര്യസിദ്ധി. ശരീരത്തെ വലുതാക്കുക, ശരീരത്തെ ചെറുതാക്കുക, ദൂരെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കാണുക, കേൾക്കുക, ശരീരത്തെ കനം കൂട്ടുക, അതൊക്കെയാണ് അഷ്ടൈശ്വര്യസിദ്ധി. വിചാരിച്ച വസ്തു കയ്യിലുണ്ട് വരുത്തുക, സ്വർണ്ണോ രത്നോ എത്ര വേണമെങ്കിലും. ഇതൊക്കെ ഈ യോഗം കൊണ്ട് നേടണമെങ്കിൽ അതിൻ്റെ വിധത്തിൽ ഇന്ദ്രിയങ്ങളെ ധ്യാനിക്കണം. വേണ്ടെങ്കിൽ അങ്ങനെയല്ലാണ്ട് ധ്യാനിച്ചാൽ മതി. ആ 2 പ്രകാരത്തിന് പറയണം. അഷ്ടാധിപത്യം ഗുണതന്യവായി സഹേവ ഗച്ഛൻ, മനസ്സേന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൂട്ടി ധ്യാനിച്ചാൽ
അണിമാതി സിദ്ധികളും ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സിദ്ധി ഉണ്ടാവും. പക്ഷേ ഈ സിദ്ധിയുള്ളവർക്ക് എപ്പോഴും വീണ്ടും ജനിക്കണം. സിദ്ധി പരമലക്ഷ്യമല്ല, അവന് വീണ്ടും ഇവിടെ ജന്മമുണ്ടത്രേ. സിദ്ധി പ്രയോഗിക്കാത്തവരാണ് മുക്തർ ആയിത്തീരുന്നത്. യോഗേശ്വരാണാംഗതിമാകുരന്തർഭഗി ത്രിലോക്യ പവനാന്തരാത്മനാം ന കർമ്മഭിത്താംഗതിമാപ്നുവന്തി വിദ്യാതപോ യോഗസമാധിഭാജാം. വിദ്യാതപോ യോഗസമാധിഭാജാം. വിദ്യ, തപസ്, യോഗം, സമാധി എന്നിവയെ ആശ്രയിച്ചവരും പവനാന്തരാത്മനാം വായുവിൻ്റെ അന്തർഭാഗത്തിൽ ലിംഗശരീരത്തോടു കൂടിയവരും ആയ യോഗേശ്വരാണാം യോഗേശ്വരന്മാരുടെ ഗതിയെ ത്രിലോക്യ ത്രിലോകിയുടെ അന്ത ഉള്ളിൽ ബഹി പുറത്തും ആഹു പറയുന്നു. താൻ ഗതിയും ആ ഗതിയെ കർമ്മങ്ങൾ കൊണ്ട് ആപ്നുവന്തി പ്രാപിക്കുന്നില്ല. ഒന്നും കൂടി പറയുകയാണെച്ചാൽ വിദ്യാ തപോ യോഗ സമാധി ഭാജാം. വിദ്യാ, തപസ്, യോഗം, സമാധി എന്നിവയെ ആശ്രയിച്ച ആളുകൾ വായുവിൻ്റെ അന്തർലിംഗത്തിൽ പവനാന്തരാത്മനാം അന്തർഭാഗത്ത് ശരീരത്തോടു കൂടിയവരും ആയ യോഗേശ്വരന്മാരുടെ ഗതിയെ ത്രിലോകികളുടെ ഉള്ളിലും പുറത്തും പറയുന്നു. ആ ഗതിയെ കർമ്മങ്ങൾ കൊണ്ട് പ്രാപിക്കുന്നില്ല. അപ്പോൾ നേടാവുന്നതായിരിക്കുന്ന സിദ്ധി കർമ്മത്തെ വിട്ട് യോഗമാർഗത്തിൽ ചലിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. എന്തിനാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഇതൊക്കെ ചെയ്യണത് എന്ന ചോദ്യത്തിന് ഉത്തരമാണത്. ഇതുകൊണ്ടല്ലാണ്ട് വേറെ യാതൊരു മാർഗവുമില്ല. നിങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ അങ്ങനെ മുങ്ങിക്കുടുങ്ങി പോയാൽ ജനിക്കലും മരിക്കലും സുഖദുഃഖങ്ങൾ അനുഭവിക്കലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു ദൈവം വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. സിദ്ധിയുടെ ഭാവത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായ യോഗമാർഗം അല്ലാതെ വേറെ മാർഗം ഇല്ല. യോഗേശ്വരാണാംഗതി മാഹുര അന്തർ ബഹി ത്രിലോക്യ പവനാന്തരാത്മനാം. ഉള്ളിലത്തെ വായുവിനെ നിയന്ത്രിച്ച് അവിടേക്ക് എത്താം. യോഗേശ്വരന്മാരുടെ ഗതിയിലേക്ക് എത്തുന്നു. ന കർമ്മഭിത്താംഗതിമാപ്നുവന്തി. സാധാരണ കർമ്മങ്ങളെ കൊണ്ടൊരിക്കലും അവിടേക്ക് എത്താൻ പറ്റില്ല. വിദ്യാതപോ യോഗ സമാധിഭാജാം. വിദ്യാ, തപസ്, യോഗം, സമാധി എന്നിവയെ ആശ്രയിച്ചവരും വായുവിൻ്റെ അന്തർഭാഗത്ത് യോഗേശ്വരന്മാരുടെ ഗതിയെ ഉള്ളിൽ പുറത്തും പറയുന്നു. പവനാന്തരാത്മനാം വായുവിനെ നിയന്ത്രിച്ചാൽ അപ്പോൾ അവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. സാധാരണ കർമ്മങ്ങളെ കൊണ്ടൊന്നും ഈ വക ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമല്ല. വൈശ്വാനരം യാതിവികായ സാഗതസ്തുഷുന്നയാ ബ്രഹ്മപദേന ശോചിഷ വിദൂതകൽക്കോദകരെ തദത്താൽ പ്രയാതിചക്രം നൃപശൈശുമാരം. പറയാണ് ശോചിഷ, ശോചിഷ ശോഭയോടുകൂടിയ, സുഷുമ്നയാ സുഷുമ്നയിൽ കൂടെ, ഗത ഗമിച്ചവൻ, വിഹായസ ആകാശത്തിൽ കൂടെ, ബ്രഹ്മപഥേന ബ്രഹ്മലോകമാർഗത്തിൽ കൂടെ ഗത പോകുന്നവനായിട്ട് വൈശ്വാനരം അഗ്നിയെ പ്രാപിക്കുന്നു. അഗ്നിവാസര വളക്ഷപക്ഷകീർന്നൊക്കെ നാരായണീയത്തിൽ പ്രസ്താവമുണ്ട്. അഗ്നിയുടെ ചില മാർഗത്തിൽ ആകാശത്തിൽ കൂടെ സഞ്ചരിച്ച് എത്തുന്നു. അതാണ് വൈശ്വാനൻ അഗ്നി. വൈശ്വാനരം ജാതിവികായ സാഗത സുഷുമ്നയാ ബ്രഹ്മപദേന ശോചിഷ വിദൂതകൽക്കോദകരേ രുദത്താൽ പ്രയാതിചക്രം നൃപശൈശുമാരം. കൽമഷത്തെയും മാലിന്യങ്ങളെയും മനോമാലിന്യത്തെയും ഉപേക്ഷിച്ചിട്ട് ഉദസ്താത് ഉപരിലോകത്തിൽ വർത്തിക്കുന്ന ഹരേ ഹരിയുമായി ബന്ധപ്പെട്ട ശിശുമാരചക്രത്തെ പ്രയാണം ചെയ്യുന്നു. ധ്രുവൻ അവിടേക്ക് എത്തി. പറയണ്ടല്ലോ ശിശുമാരചക്രം എന്ന് പറയുന്നത് ഇന്ന് ശാസ്ത്രത്തിൽ പറയുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ
നവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒരു വ്യൂഹത്തിനാണ് ശിശുമാരെന്ന് പറയുക. അവിടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൽമഷങ്ങളെല്ലാം നീങ്ങിയിട്ട് വിദൂത കൽക്കോത ഹരേരുദത്താൽ പ്രയാതി ചക്രം നൃപ ശൈശുമാരം. യോഗി ശൈശുമാര ചക്രത്തെ പിന്നീട് പ്രാപിക്കുന്നു. തത് വിശ്വനാഭിം തതിവർത്തിയ വിഷ്ണോരണീയസ വിരജേനാത്മനേക നമർകൃതം ബ്രഹ്മവിദാമുപേതി കൽപ്പായുഷോ യദ്വിബുധാരമന്ദേ. വിശ്വനാഭിം, ലോകത്തിൻ്റെ നാഭിസ്ഥാനത്ത് ഭൂതമായിരിക്കുന്ന വിഷ്ണു, ലോകത്തിൻ്റെ ഏറ്റവും പ്രധാന നാഭിസ്ഥാനത്ത് അത്രേ വിഷ്ണു സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം. തസ്ഥാനത്തെ അതിവർത്തിയ കടന്നിട്ട് അണീയസ ഏറ്റവും ചെറുതും വിരജേന നിർമ്മലവുമായ ആത്മന ദേഹത്തോടുകൂടെ ഏക ഒരുവനായിട്ട് ബ്രഹ്മജ്ഞാനികളുടെ സ്ഥാനവും നമസ്കരിക്കപ്പെടുന്നതുമായ ലോകത്തെ പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നാഭിസ്ഥാനം എന്ന് പറയുന്ന വൈഷ്ണവസ്ഥാനം വൈകുണ്ഠം, അവിടത്തേക്ക് പിന്നീട് എത്തിച്ചേരുന്നു. തത് വിശ്വനാഭിൻ ത്വതിവർത്തിയ വിഷ്ണോരണീയസ, ഏറ്റവും ചെറുതാണെന്നാണ് സങ്കല്പം. അണീയസ വിരജയൻ ആത്മനേക, അവിടെ എന്താ പ്രത്യേകത? ബ്രഹ്മാവിനാൽ പോലും നമസ്കരിക്കപ്പെട്ട സ്ഥാനമാണ്. നമസ്കൃതം ബ്രഹ്മവിദാമുപേതി, ബ്രഹ്മാവിനാൽ കൂടി നമസ്കരിക്കപ്പെട്ട അവിടേക്ക് എത്തി. കൽപ്പായുഷോ വിബുധായുബന്ധി, കൽപ്പായുസ്സുകളായിരിക്കുന്ന എത്രയോ വലിയ ആയുസ്സുകളോട് കൂടിയവരായിട്ട് വിദ്വാൻമാർ അവിടെ രമിക്കുന്നു എന്നർത്ഥം. അതോ അനന്തസ്യ മുഖാനലേന ദന്തക്യമാനം സ്വനിരീക്ഷ്യ വിശ്വം നിര്യാതിരിദ്ദേശരജുഷ്ടദിഷ്ട്യം പരാർത്ഥിന്തത് പാരമിട്ട് യോഗമാർഗത്തിൽ ഉയരുന്നതിനെ പറഞ്ഞിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. മുഴുവനെന്നിപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റോണം ഉള്ള കാര്യങ്ങളല്ല. അതിനെപ്പറ്റി തലമുണ്ടാക്കണ്ട. അങ്ങനെ അത് പറയാൻ പറ്റുള്ളൂ, അങ്ങനെ അത് പറയുന്നുള്ളൂ. അത് വിശേഷം അവിടെ ഇരിക്കട്ടെ. യോഗമാർഗത്തിൽ ധ്യാനം ശീലിക്കുന്നവർ ഉയർന്ന വൈഷ്ണവപദത്തിലെത്തുന്നു, ഉയർന്ന പദത്തിലേക്ക് എത്തുന്നു. ഒരു മനുഷ്യായുസ്സിനേക്കാൾ കൂടുതൽ ആയുസ്സിൽ ഇരിക്കാൻ അവർക്ക് സാധിക്കുന്നു. സാധാരണയിൽ കവിഞ്ഞ മഹാത്മ്യം അവർക്ക് നേടാൻ സാധിക്കുന്നു. ചുരുക്കം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവിടെ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ അനന്തൻ്റെ മുഖത്തിൽ നിന്നുണ്ടാകുന്ന അഗ്നി അവനെ ചിലപ്പോൾ പീഡിപ്പിച്ചേക്കാം എന്ന് പറയണം. സിദ്ധേശ്വരന്മാരാൽ ആശ്രയിക്കപ്പെട്ട വാസസ്ഥാനമായ ആ ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മാവിൻ്റെ പദവി കുറേ കൂടി ഉയർന്നതായിട്ടുള്ള പദവി. മഹർലോകം എന്ന് പറയുന്ന ഒരു ലോകത്തെത്തുന്നു. ആ ലോകത്തിൻ്റെ സ്ഥിതി ചൂട് വളരെ അധികം ഉണ്ടാവും അവിടെ എന്നാണ് പറയണത്. അങ്ങനെയുള്ള മഹർലോകത്തിൽ എത്തുന്നു. ഉഷ്ണാധിക്യം കൊണ്ട് വളരെയേറെ വിഷമം അനുഭവിക്കുന്നു. അവിടെ നിന്ന് ബ്രഹ്മലോകത്തെ പ്രവേശിക്കുന്നു. അവിടെ സിദ്ധേശ്വരന്മാരിയ്ക്കുന്ന സ്ഥാനങ്ങളുണ്ട്. ആ ലോകം ദ്വിപരാർത്ഥകാലം എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ 50 ആയുസ്സോടുകൂളം കാലം നിലനിൽക്കുന്നതും ആണ്. ഞാൻ സ്ഥാനത്തെ കുറച്ചങ്ങനെ വിവരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. കായേന വാചാ മനസേന്ദ്രിയർവാംത്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.